ശശി തരൂർ തുടർച്ചയായിട്ടാണ് സ്വന്തം പാർട്ടിയെ ആക്രമിക്കുന്നത്. കാരണം നമുക്കറിയാം, തുടരെയുള്ള അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങൾ വലിയ വിവാദങ്ങളായിരുന്നു. പക്ഷേ അതിന് തക്ക മറുപടി കൊടുത്തിരുന്നു. കെ മുരളീധരൻ ഉൾപ്പെടെയുള്ളവർ തക്ക മറുപടി നൽകിയിരുന്നു. പക്ഷേ തരൂർ അവിടെ കൊണ്ട് നിർത്തിയില്ല. മറുപടി കൊടുത്തവർക്ക് തിരിച്ച് മരുന്നായിട്ടുള്ള ചില മറുപടികളാണ് കൊടുത്തിരിക്കുന്നത്. ഇത് എവിടെ ചെന്ന് അവസാനിക്കും? അല്ല, തരൂരിനെ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് കെ മുരളീധരനും കാസർഗോഡ് എം പി ആയ രാജ്മോഹൻ ഉണ്ണിത്താനും കൂടാണ്. മറ്റവരാരും ഒന്നും നേരിടുന്നില്ല. KPCC പ്രസിഡന്റ് ഒന്നും പറയുന്നില്ല, പ്രതിപക്ഷ നേതാവ് പറയുന്നില്ല, രമേശ് ചെന്നിത്തല പറയുന്നില്ല. എനിക്ക് അവരോട് ഹൈക്കമാൻഡ് പറഞ്ഞിട്ടുണ്ട്, പ്രകോപിപ്പിക്കണ്ട, എവിടെ വരെ പോകുന്നു എന്ന് നോക്കാം. എന്തായാലും തരൂർ കോൺഗ്രസിൽ നിന്ന് അകന്നു. കോൺഗ്രസിൽ നിന്നിട്ട് ഇറങ്ങിയിട്ടുമില്ല. BJP ചേർന്നോ? ചേർന്നിട്ടില്ല. BJPയോടൊട്ട് ചേർന്ന് നിൽക്കുന്നു. ഈ ഒരു രീതിയിലാണ് തരൂർ പോകുന്നത്. തരൂരിപ്പം BJPയിൽ പോയി അംഗത്വമെടുത്ത് BJPക്ക് വേണ്ടി ഒരു പാർലമെൻറ്റ് സീറ്റിൽ മത്സരിക്കുക, അല്ലെ രാജ്യസഭയിൽ പോവുക, ഇതൊന്നുമേ അല്ല തരൂർ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. ഒരു കേന്ദ്ര മന്ത്രിയാകുക, അതിനപ്പുറമുള്ള കാര്യങ്ങളിലേക്കാണ്. ഉപരാഷ്ട്രപതി സ്ഥാനം തരൂരിന്റെ മുന്നിലേക്ക് വെച്ചാൽ തരൂർ അത് മടക്കി അയക്കത്തില്ല. കാരണം അവിടെയും തരൂർ അതിന് മൗനമായിട്ടാണ് നിൽക്കുന്നത്. കാരണം അതിൽ പ്രതികരിക്കുന്നില്ല. അത് വേണ്ട എന്നോ വേണമെന്നോ ഉള്ള ഒരു ഇതില്ല. മിക്കവാറും അങ്ങനെ ഒരു പദവി കൊടുത്ത ആരായാലും അത് തിരസ്കരിക്കത്തില്ലല്ലോ. അല്ല, തരൂർ അത് അർഹനാണ്. തരൂർ അതിനെക്കുറിച്ച് ആലോചിക്കുക. അതിൻ്റെ തുടർന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ഉപരാഷ്ട്രപതി പദത്തിൽ മാത്രം ഒതുങ്ങാതെ അവിടുന്ന് അങ്ങോട്ടേക്കുള്ളത് വഴി കൂടി വെട്ടിത്തെളിച്ചതിന് ശേഷമേ തരൂര് ഈ കരാറിൽ ഒപ്പിടാൻ പോകുന്നുള്ളൂ. ഈ തരൂരിനെതിരെ ഇപ്പം കേരളത്തിൽ രംഗത്ത് നിൽക്കുന്ന ഉണ്ണിത്താനും കെ മുരളീധരനുമാണ്. ഈ കെ മുരളീധരൻ ഇതിനകത്ത് രംഗത്ത് വന്നുകൊണ്ട് തരൂരിനെ നേരിടുന്നത്, തരൂരിന് തിരുവനന്തപുരത്തേക്ക് പ്രവേശനമില്ല എന്നുവെച്ചാൽ പാർട്ടി യോഗങ്ങളിൽ, അല്ലാതെ തരൂര് തിരുവനന്തപുരത്ത് വരുമോ ഇല്ലയോ എന്നുള്ള കാര്യമൊന്നും അവർക്കറിയേണ്ട കാര്യമില്ല. പാർട്ടി യോഗങ്ങളിൽ പങ്കെടുപ്പിക്കില്ല എന്ന് യഥാർത്ഥത്തിൽ അത് KPCC പ്രസിഡന്റ് പറയണം. അവർ പറഞ്ഞിട്ടില്ല. ഇത് മുരളീധരനാണ് പറയുന്നത്. മുരളീധരൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് തരൂര് പോകണം ഇതിനകത്ത്. തരൂര് പോയി കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും ഒരു ഉപതെരഞ്ഞെടുപ്പ് വരും. എപ്പോഴെങ്കിലും എന്നല്ല, ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് ആയിക്കഴിഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും കോൺഗ്രസിൽ നിന്നുള്ളൊരു സ്ഥാനാർത്ഥിയായിട്ട് താൻ മാറും എന്ന് മുരളീധരൻ കാണുന്നുണ്ട്. കാരണം മുരളീധരനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ MLAയോ MPയോ ഒന്നുമല്ല. വടകരയിലെ MP സ്ഥാനം ഉണ്ടായിരുന്നത് കൊണ്ടുപോയി കളഞ്ഞു കുളിപ്പിച്ച് തൃശ്ശൂർ കൊണ്ടുവന്ന് നിർത്തി തോപ്പിച്ചു കോൺഗ്രസ്സുകാർ തന്നെ. നേമത്ത് വടകരയിൽ നിന്നപ്പോഴാണ് നേമത്തോട്ട് പോകാൻ പറഞ്ഞത്. നേമത്തും പോയി. അവിടെ BJP തോറ്റത് മുരളീധരൻ വന്നുകൊണ്ടാണ് എന്നുള്ള രീതിയിൽ. വട്ടിയൂർക്കാവിലൊന്ന് പച്ച പിടിച്ച് വരികയായിരുന്നു. വട്ടിയൂർക്കാവിലെ ജനങ്ങളുമായിട്ട് വലിയ ബന്ധവും ഒക്കെയുണ്ട്. മുരളീധരൻ അറിയാം, ഇനിയിപ്പോൾ വട്ടിയൂർക്കാവിലേക്ക് വന്നാൽ രക്ഷയില്ല. കാരണം വട്ടിയൂർക്കാവ് ഇപ്പോൾ ഏതാണ്ട് BJPയുടെ അധീനതയിലായി തീർന്നിരിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റമാണ് BJP അവിടെ കാഴ്ചവെച്ചത്. മുരളീധരൻ വടകരയിലേക്ക് പോയപ്പോൾ പ്രശാന്ത്, നഗരസഭാ മേയറായിരുന്ന നഗരത്തിൻ്റെ ബ്രോ എന്ന വിശേഷണത്തോടുകൂടിയ പ്രശാന്തിനെ അവിടെ ഇറക്കി. ഉപതെരഞ്ഞെടുപ്പിൽ പ്രശാന്ത് വിജയിച്ചു. പിന്നീട് 21 തുടർന്നു. അപ്പോൾ പ്രശാന്തിനെ ഒരുപക്ഷെ കഴക്കൂട്ടം മണ്ഡലത്തിലേക്ക് മാറ്റാൻ CPM തയ്യാറെടുക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ മറ്റൊരു BJPയിൽ CPMൽ നിന്ന് ആരെങ്കിലും ആയിരിക്കാം. പക്ഷെ മുരളീധരൻ എന്തായാലും അങ്ങോട്ടേക്കില്ല. കാരണം മുരളീധരൻ അറിയാം അവിടെ തോൽവി മണക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കും. അതുകൊണ്ട് MP ആയിട്ട് അങ്ങ് പോവുക. സ്ഥാനമില്ലാതിരിക്കാൻ പറ്റത്തില്ല മുരളീധരന്. അല്ലെന്നുണ്ടെങ്കിൽ ചവിട്ടി തേക്കത്തില്ലേ ഇവിടെ ഓരോരുത്തരെ. ഇത് മുരളീധരനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നുണ്ട് ഹൈക്കമാൻഡിൽ നിൽക്കുന്ന ചിലരൊക്കെ. രാഹുൽ ഗാന്ധിയുടെ ചെവി കടിച്ചു പറിച്ചുകൊണ്ടിരിക്കുന്നവരൊക്കെ ഈ മുരളീധരനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നുണ്ട്. മുരളീധരൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിയമസഭയിൽ നിന്ന് ജയിച്ച് ഒരു മന്ത്രിയാകേണ്ട ആൾ കൂടിയാണ്. ഇപ്പോൾ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് പോലും പരിഗണിക്കാവുന്ന ഒരാളായിരുന്നു മുരളീധരൻ. പക്ഷേ ഇവിടെ അത് ചില ജാതി സമവാക്യങ്ങളുടെ അടിസ്ഥാനത്തിലേക്ക് മാറി എന്നുള്ളതാണ്. അപ്പോൾ ഇനി അതുകൊണ്ട് മുരളീധരൻ ഒരിടം കണ്ടെത്തിയേ പറ്റൂ. ആ ഇടമായിട്ട് കാണുന്നത് തരൂർ ഇറങ്ങണം കോൺഗ്രസിൽ നിന്ന്. തരൂർ ഇറങ്ങിപ്പോവും എന്ന മട്ടിലാണ് പറയുന്നത്. തരൂരിനെ കോൺഗ്രസ് തൊട്ട് പുറത്താക്കുന്നുമില്ല.
കാരണം അത് തിരിച്ചടി ഉണ്ടാക്കും. വൈസ് പ്രസിഡന്റ് സ്ഥാനം കൊടുത്താൽ തന്നെ തരൂര് എം പി സ്ഥാനം രാജിവെക്കണമെന്നില്ലല്ലോ. അങ്ങനെ രാജിവെക്കേണ്ട കാര്യവും അങ്ങനെയും വരാം. ബി ജെ പിയിൽ ചേരണമെന്നുമില്ല, അവിടെ വൈസ് പ്രസിഡന്റ് സ്ഥാനം കൊടുത്തു കോൺഗ്രസിന്റെ കുതികാല് വെട്ടുക എന്നുള്ള ഒരു ഉദ്ദേശമായിരിക്കില്ലേ കോൺഗ്രസിന്. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് പുറത്താക്കണം, കോൺഗ്രസ് അത് പുറത്താക്കേണ്ടി വരും. കോൺഗ്രസിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ളത് ബി ജെ പിയിൽ നിന്നുള്ള ഒരു ബ്രെയിൻ കൂടി ശശി തരൂരിൻ്റെ അടുക്കൽ പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു നീക്കമാണ്. അപ്പം അതല്ലേ ഇപ്പോൾ ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ കാര്യങ്ങളൊക്കെ വിശദീകരിക്കാനായിട്ട് വിദേശത്തേക്ക് വിട്ട സംഘത്തിൻ്റെ തലവനായിട്ട് വെച്ചത്. കോൺഗ്രസ്സുകാരോട് ഒരു ലിസ്റ്റ് ചോദിച്ചപ്പോൾ കൊടുത്ത ലിസ്റ്റിനകത്ത് തരൂരിൻ്റെ പേരില്ല. അവർക്കറിയാം തരൂർ ഇങ്ങനെയൊക്കെ ആക്കുമെന്ന്. മറ്റൊരു കാര്യമുണ്ട്, ഒരു പരിധിവരെയൊക്കെ ജനം തരൂരിന്റെ ഭാഗത്ത് നിൽക്കുമായിരിക്കാം. കാരണം ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് ദേശസ്നേഹം ദേശസ്നേഹമൊക്കെ നിൽക്കുമായിരിക്കും. പക്ഷെ അതിര് കടക്കുമ്പോൾ ഒരു പക്ഷേ കോൺഗ്രസിനെ തന്നെ, ഒരു പാർട്ടിയെ തന്നെ പ്രതിസന്ധിയിലാക്കുന്ന തരൂരിന്റെ പരാമർശങ്ങൾ ജനം കേൾക്കണമെന്നില്ല. അത് പാർട്ടി, കാരണം ആ ഒരു പാർട്ടിയിൽ നിന്നുകൊണ്ട് അതിന്റെ ചിട്ടകളും മര്യാദകളും അനുസരിക്കാത്ത ഒരു നേതാവിനെ പാർട്ടി നേതാവെന്ന് പറയാൻ പറ്റില്ലല്ലോ. അത് ജനത്തിന് നല്ല ബുദ്ധിയും ബോധമുണ്ട്, പ്രത്യേകിച്ച് കേരള ജനങ്ങൾക്ക്. അങ്ങനെ ഒരു പരിധി കഴിയുമ്പോൾ ജനവും തരൂരിനെ വെറുത്തു തുടങ്ങുകയല്ലേ ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ തരൂരിന്റെ പിന്നെ രാഷ്ട്രീയ ഭാവി എന്തായിരിക്കും? അല്ല, തരൂരിന് അങ്ങനെ ഒരു രാഷ്ട്രീയത്തിൽ നിന്ന് അദ്ദേഹം മാറേണ്ടതായിട്ട് വരും. കാരണം ദേശത്തിന്റെ നയതന്ത്ര കാര്യങ്ങളോ വിദേശ കാര്യങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് തരൂരിന് അത് ബി ജെ പി ഒരു നല്ല സ്ഥാനം കൊടുക്കുമോ എന്നുള്ള പ്രതീക്ഷ അങ്ങനെ തരൂർ വിശ്വസിക്കുന്നില്ല. കാരണം കോൺഗ്രസിൽ കിട്ടിയ ഒരു സ്വാധീനം ഒരിക്കലും മറ്റൊരു പാർട്ടിയിൽ തരൂരിന് കിട്ടാൻ പോകുന്നില്ല. ഇല്ല, ബി ജെ പിയിൽ നിന്ന് തരൂർ വേറൊരു തലത്തിലേക്കായിരിക്കും പോകുന്നത്. അല്ലാതെ ഞാൻ പറഞ്ഞല്ലോ, ഒരു കേന്ദ്ര സഹമന്ത്രിയോ മന്ത്രിയോ ഒന്നും അല്ല ആകാൻ പോകുന്നത്. എവിടെയെങ്കിലും ഒരു രാജ്യസഭ എം പി ആക്കി കൊണ്ടുവന്നിട്ട് അങ്ങനെയൊന്നും അല്ല. തരൂരിനെ ഒന്നുകിൽ വലിയ നയതന്ത്ര സ്ഥാനങ്ങളുടെ ഒരു താക്കോൽ സ്ഥാനത്തേക്ക് കൊണ്ടുവരും, അല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഉപരാഷ്ട്രപതി പദത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, തരൂര് ആ ഉപരാഷ്ട്രപതി പദത്തിൽ നിന്ന് പിന്നീട് എങ്ങോട്ടാണ് പോകുന്നത് ആ വഴി കൂടി വെട്ടിത്തെളിക്കും. ഉപരാഷ്ട്രപതി പദത്തിൽ ഇരുന്നിട്ട് പിന്നെ കേന്ദ്രമന്ത്രിയായിട്ട് വരികയല്ല ചെയ്യുന്നത്. പിന്നെ എന്തിലേക്കാണ് പോകുന്നതെന്ന് നമുക്കറിയാം. പിന്നെ രാഷ്ട്രപതി പദവിയിലേക്കാണ് പോകുന്നത്. അതും തരൂര് കാണുന്നുണ്ട്. വലിയ നയതന്ത്ര സ്ഥാനങ്ങളിലേക്ക്, മറ്റ് നയതന്ത്ര സ്ഥാനങ്ങളിലേക്ക് പോയില്ലെങ്കിലും എന്താണ് ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയാകുക എന്ന് പറഞ്ഞാൽ ശശി തരൂര്. അപ്പോൾ അതിൽ നിന്ന് അടുത്തതിലേക്ക് പോവുക, ഉപരാഷ്ട്രപതി അടുത്ത രാഷ്ട്രപതി. ഒരു പക്ഷേ ഉപരാഷ്ട്രപതി പദവി ഈ ഒരു വൈസ് പ്രസിഡന്റ് സ്ഥാനം തരൂരിന് നൽകിയില്ല എന്നുണ്ടെങ്കിൽ ശരിക്കും കോൺഗ്രസിന് അതൊരു നല്ല നേട്ടമായിട്ടേ കാണൂ. കാരണം പിന്നീട് കോൺഗ്രസിന് തിരിച്ച് തരൂരിനൊരു കൃത്യമായിട്ടുള്ള അടി കൊടുക്കാൻ പറ്റുമെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത്രയും നാൾ തരൂരിനെ ക്ഷമിച്ചതും സഹിച്ചതും തരൂരിൻ്റെ ഈ ദേശസ്നേഹം ജനങ്ങൾക്ക് തരൂരിനോടുള്ള ഒരു മമതയൊക്കെ കാരണമാണ്. പക്ഷേ ഈ ഒരു പദവി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ബി ജെ പിയിൽ തരൂരിൻ്റെ സ്ഥാനം എന്താണെന്ന് ഒരുപക്ഷെ കോൺഗ്രസിന് മനസ്സിലാക്കുകയും തിരിച്ച് നല്ല രീതിയിൽ തരൂരിനെ തിരിച്ചടിക്കാൻ കോൺഗ്രസ് തയ്യാറാകില്ലേ? അല്ല, തരൂർ ഒന്നും കാണാതല്ല അങ്ങോട്ട് നീങ്ങുന്നത്, കാര്യങ്ങളൊക്കെ ഉറപ്പിച്ചുകൊണ്ടാണ്. അത് വ്യക്തമാണ്. അല്ലാതെ തരൂരൊന്നും അല്ലാതെ പോകത്തില്ല. തരൂരിന് ഇവിടുത്തെ ഒരു രാഷ്ട്രീയ പാർട്ടികളുടെയും ഇവിടുത്തെ രാഷ്ട്രീയത്തിൽ വന്ന് ആ രാഷ്ട്രീയ ഉയർച്ചയല്ല തരൂർ ആഗ്രഹിക്കുന്നത്. അതിനപ്പുറമുള്ള തലത്തിലേക്ക് തരൂർ പോവുക എന്നുള്ളതാണ്.